ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഒരു 2 എഗ്ഗ് വെച്ചിട്ടാണ് ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇതിൻ്റെ വെനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 എഗ്ഗ്, ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും അതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗറും പൊടിച്ച പഞ്ചസാര കേട്ടോ അത് ആഡ് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ ഓയിലും അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഹാഫാണ് മൈദ എടുത്തത്, 1/2 കപ്പ് മൈദ, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഇതൊരു 30-35 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കേക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് ലെയറായി മാറ്റാം, ചൂടാറിയതിന് ശേഷം കേട്ടോ. അതിനുശേഷം നമുക്ക് ഐസിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഐസിങ്ങിന് വേണ്ടിയിട്ട് വെക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 1/2 kg കേക്കാണ്, അതുകൊണ്ട് തന്നെ ഒരു 2 എഗ്ഗ് കേക്കാണ്. അപ്പം 2 ലെയറായിട്ടാണ് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ലെയർ വെച്ചു. ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് ഞാൻ മുകൾ ഭാഗമാണ് കേട്ടോ ആദ്യം വെച്ചത്, എന്നിട്ട് താഴത്തെ ഭാഗം ഇതിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചത്. അപ്പം താഴത്തെ ലെയർ വെച്ച് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാം. നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ക്രീം അപ്ലൈ ചെയ്യാം. അതിന് മുകളിൽ ഞാൻ വൈറ്റ് കോമ്പൗണ്ട് നന്നായിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ അടുത്ത ലെയർ വെച്ചിട്ട് ഇതന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ഒരു വൈറ്റ് ഫോറസ്റ്റ് എന്താ പറയുക ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു 2 എഗ്ഗ് വെച്ചിട്ടുള്ള കേക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഫില്ലിങ്ങിനായിട്ട് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ വൈറ്റ് കോമ്പൗണ്ടിൻ്റെ ഗനാഷോ അല്ലെങ്കിൽ നമ്മൾ മിൽക്ക് മെയ്ഡോ അപ്ലൈ ചെയ്യാം. ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് കോമ്പൗണ്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം ഇതൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കേട്ടോ ബാക്കി പരിപാടിയൊക്കെ ചെയ്തത്. അപ്പം ബിഗിനേഴ്സിനൊക്കെ ഫസ്റ്റൊക്കെ ചെയ്യുമ്പം നല്ല ബുദ്ധിമുട്ടുണ്ടാവും. എനിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം 2-3 കേക്കൊക്കെ ചെയ്ത് കുറച്ചൊരു ഓവർ കോൺഫിഡൻസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെതായിട്ടുള്ള എല്ലാ അപാകതകളും നിങ്ങൾ ആ കേക്കിൽ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ചെയ്യുന്നൊരു ഐഡിയ ഉണ്ടല്ലോ, അതെനിക്ക് യൂട്യൂബിൽ നിന്ന് ഏതോ ഒരു വീഡിയോ ഒന്ന് കിട്ടിയ ഐഡിയ കേട്ടോ. നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ഇട്ടതിന് ശേഷം താഴത്തുനിന്ന് മുകളിലോട്ട് ജസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരേ അളവ് തന്നെ നമുക്ക് ക്രീം എല്ലാ സൈഡിലെത്തും. നമ്മൾ ഈ എന്താ പറയുക സ്പാച്ചുല കൊണ്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ഒരളവ് ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. ഈ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ച് നമുക്ക് ഒരേ അളവിൽ ക്രീം കേക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ എനിക്ക് ഓരോന്ന് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ടിപ്പാണ് കേട്ടോ. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളാവട്ടെ. അപ്പം അങ്ങനെ ചെയ്തെല്ലാം കൂടെ ഫിനിഷിങ് ചെയ്ത് അവസാനത്തെ ആ ഒരു ഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ ചെറി ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ചെറി വെച്ചിട്ടില്ല. ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ വൈറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടു. അതിനുശേഷം നമ്മുടെ നോസിൽ ഉപയോഗിച്ച് ഒരു ചെറിയ റോസൊക്കെ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ താഴത്തെ ഭാഗത്തും ഞാനൊരു ഡിസൈൻ സെറ്റ് ചെയ്തു. അതിനുശേഷം കേക്ക് വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ വിചാരിക്കും, അയ്യോ ഇതൊക്കെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ. നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യണം, അപ്പോഴാണ് എന്താ പറയുക നമുക്കൊരു ഇത് വരിക. വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വരിക. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയത്. എനിക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ABCD അല്ലായിരുന്നു, പക്ഷേ ചെയ്യണം എന്നുള്ള ആ ഒരു തോന്നലുകൊണ്ടാണ്. അതുപോലെ തന്നെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമായി കേക്ക്. അപ്പം എല്ലാവരും ചെയ്യുക, കേക്ക് പ്രിപ്പയർ ചെയ്യുക. കേക്കല്ല, എല്ലാവർക്കും ഓരോരോ തരം ഇഷ്ടങ്ങളുണ്ടാവില്ല. ആ ഇഷ്ടങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ കുറഞ്ഞ കാലയളവിൽ ഇവിടെ എന്താ പറയുക നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുന്ന കാലത്ത് നമ്മൾ ഇഷ്ടങ്ങൾ ചെയ്യുക. ഇഷ്ടങ്ങൾ മീൻസ് നല്ല ഹലാലായ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോവുക. അപ്പം നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടും, സമാധാനം കിട്ടും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.